പഹൽഗം മഞ്ഞുമൂടിയ ഹിമാലയൻ താഴ്വരയിൽ ലീഡർ നദിയുടെ തീരത്ത് പച്ചപുതച്ച് കിടക്കുന്ന വിനോദസഞ്ചാരികളുടെ പരദീസ. പ്രശസ്തമായ അമർനാഥ് ക്ഷേത്രത്തിലെ വാർഷിക തീർത്ഥാടനം ആരംഭിക്കുന്ന ആധുനികത ഇടിച്ചു കയറാത്ത പ്രകൃതിരമണീയമായൊരു കുന്നിൻ ചെരുവ്. ഇവിടെ കുതിരസവാരിയായും കാൽനടയായും എത്താൻ സാധിക്കുന്ന 5 കിലോമീറ്റർ മാറിയുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയിലെ സ്വർഗം ബൈസരൺ വാലി. ഈ സ്വർഗത്തെയായിരുന്നു അവർ ഒരു നിമിഷം കൊണ്ട് നരകമാക്കിയത്. 140 കോടി ഇന്ത്യൻ ജനതയെയും കണ്ണീരിലാഴ്ത്തി സൈനിക വേഷമിട്ട് വന്ന ഭീകരർ തകർക്കാൻ നോക്കിയത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യത്തെയായിരുന്നു. എന്നാൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഇരട്ടക്കുഴൽ തോക്കിന് മുന്നിൽ പോലും അടിപതറാതെ ഒറ്റക്കെട്ടായി നിന്ന ഈ രാജ്യത്തിലെ ജനങ്ങളെ നിങ്ങൾക്കൊന്ന് വിരട്ടി നോക്കാൻ സാധിച്ചേക്കും. ഒളിഞ്ഞും പാത്തും മറവിലൂടെയും പിറകിലൂടെയും വന്ന് സഹോദരന്മാരുടെ ജീവനെടുക്കാൻ സാധിച്ചേക്കും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കാൻ സാധിക്കാത്തതായി ഒന്നേ ഉള്ളൂ. അത് ഈ നാടിൻ്റെ മതേതരത്വ സ്വഭാവമാണ്. ഇവിടെ ഇങ്ങനെയാണ്. 28 സംസ്ഥാനങ്ങളാണ്. 121 തരം ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. 10ഓളം മതം മുറുകെ പിടിക്കുന്നവരാണ്. 140 കോടി ജനങ്ങളും 140 കോടി സ്വഭാവത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഈ രാജ്യത്തിന് നേർക്ക് ഒരു ചെറുവിരൽ അനങ്ങിയാൽ നമ്മൾ ഒന്നാണ്, ഇന്ത്യയുടെ മക്കളാണ്. ഇനിയൊരു പഹൽഗം ആവർത്തിക്കപ്പെടാതിരിക്കും.